എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ അരുന്ധതി തന്റെ ഗൂഢതന്ത്രങ്ങളൊക്കെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുവാണെങ്കിൽ നന്ദേനെ തകർക്കാനായിട്ട് മോൾക്ക് പറ്റും, ഗൗതമിന്റെ മനസ്സിൽ ഇടം നേടാൻ പറ്റുമെന്ന് പറയണം. പിങ്കി അതെല്ലാം കേട്ടു. ശരി വല്യമ്മയെന്നും പറഞ്ഞങ്ങോട്ട് പോവാണ്. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അർജുൻ ഒരു പുസ്തകമൊക്കെ വായിച്ചു ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ അർജുനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പിങ്കിക്ക് ദേഷ്യം വന്നു. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. വല്യമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നേ. അർജുന് വേണ്ടുന്ന സ്നേഹവും പരിഗണനയൊക്കെ കൊടുക്കണം. അർജുന് മനസ്സിലാകണം അവനില്ലെങ്കിൽ നിനക്ക് വേറെ ആരും ഇല്ലെന്ന്. അങ്ങനെ അർജുന് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളതും കൊണ്ട് നിനക്ക് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് സാധിക്കണം. നീ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കണം. അങ്ങനെ ഒരു രീതിയിലേക്ക് അവനെ കൊണ്ടുവന്നാൽ മാത്രമേ നിനക്ക് ഈ വീട്ടിലൊരു നിലനിൽപ്പുള്ളൂ. നന്ദയെ തകർക്കാനായിട്ട് പറ്റുള്ളൂ. ഗൗതമിന്റെ മനസ്സിൽ നിനക്ക് ഇടം നേടാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച അകത്തേക്ക് കാലെടുത്ത് വെക്കുവാണ്. ചെന്നിട്ട് ചോദിച്ചു, അല്ല അർജുൻ പുസ്തകം വായിച്ചോണ്ടിരിക്കുവോ? അല്ല കണ്ടില്ലേ, പുസ്തകം വായിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഞാൻ പിന്നെ ഇവിടെ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. അല്ല പിങ്കി കുറെ പുസ്തക കളക്ഷനൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. പിങ്കി ഒരു പുസ്തകപ്പുഴു അല്ലേന്ന് ചോദിക്കാം. അതെ അതെ, എനിക്ക് കുറെ പുസ്തക കളക്ഷനൊക്കെ ഉണ്ട്. ഓ, ഇതൊക്കെ വായിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര വാക്ചാതുര്യം അതുകൊണ്ടായിരിക്കും അല്ലേന്ന് പിങ്കിയോട് പറയാം. അല്ല അത് പിന്നെ അർജുൻ അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് അതിനകത്ത് എതിരഭിപ്രായം ഒന്നും പറയാനില്ല. പിന്നെ അർജുൻ പറഞ്ഞല്ലോ ഞാനൊരു പുസ്തകപ്പുഴുവാന്ന്. പുസ്തകപ്പുഴു അല്ല, ഞാൻ വേറൊരു പുഴുവാണ്. എന്നെ ഇവിടെ എല്ലാവരും ചവിട്ടി അടിച്ചോണ്ടിരിക്കില്ലേ. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാനിവിടെ എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പം അർജുൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത് പിങ്കി നീ. എന്താ അങ്ങനെ പറഞ്ഞാല്? അങ്ങനെ പറയുന്നോണ്ട് എന്തൊരു കുഴപ്പമുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞ എനിക്ക് അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല. നീ ഇവിടെ ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവാന്ന് എനിക്കൂടെ ഒന്ന് തോന്നണ്ടേ. പക്ഷെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിന്നെ കരുതിക്കൊണ്ടിരുന്ന എന്റെ മനസ്സിലെ വിചാരം എന്ന് പറയാം. ഓ, അർജുന ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ എന്ന് പറയാം. പിന്നീട് പിങ്കി പറഞ്ഞു, അല്ല ഞാനിനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അർജുന്റെ മനസ്സിലേക്ക് ഒന്നും കയറത്തില്ല. കാരണം അർജുനനെ ഇഷ്ടമില്ലോ, അർജുന്റെ മനസ്സിൽ ഒരു സ്ഥാനമില്ല. അർജുന്റെ മനസ്സിൽ ഇപ്പോഴും അർജുന്റെ നന്ദേടത്തെയും ഗൗതമേട്ടനും മാത്രം വലുതല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ അങ്ങനെയല്ലേ പിങ്കി, കാരണം ഞാൻ ഇങ്ങോട്ട് തിരികെ വരാൻ കാരണം ആരാ? നന്ദേടത്തിയല്ലേ. അവരോട് എനിക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് എന്നും ഉണ്ടാവും പറയാം. ശരി, സമ്മതിച്ചെന്ന് പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അതെന്താ? അല്ല അർജുൻ തിരികെ വന്നതല്ലേ, അപ്പൊ തിരികെ വന്നപ്പോ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുക. ആഘോഷിക്കാൻ എങ്ങനെ? അല്ല എല്ലാവർക്കും നമുക്കൊരു ട്രീറ്റ് കൊടുത്താലോ? അല്ല ഇത് പിങ്കിയുടെ സ്വന്തം മനസ്സിൽ തോന്നിയതാണോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ബുദ്ധിയാണെന്ന് ചോദിക്കും. അതാ പറഞ്ഞേ, ചങ്ക് തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ വന്നല്ലേ അർജുൻ പറയുള്ളൂ. ശരിക്കും അർജുൻ വന്നതിന്റെ പേരിൽ ഒന്ന് ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ഒന്ന് അറിയണം നമ്മൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാന്ന്. എല്ലാവർക്കും നമ്മളോട് അസൂയ തോന്നണമെന്ന് പറയാം. ഓ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും അസൂയ തോന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല അല്ലേന്ന് പറയണം. എന്താ അർജുൻ ഇങ്ങനെയൊക്കെ പറയണേ? ഇത് കേട്ടപ്പോ പിങ്കിക്ക് ഭയങ്കര സങ്കടം വരുന്നപോലെ പിങ്കിയും കൂടെ അഭിനയിക്കുവാണ്. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം എന്താണെന്നറിയാമോ? ഒരു പക്ഷെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിങ്കിനെ എല്ലാവരും കുറ്റപ്പെടുത്തും. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചേ. ഒരു പക്ഷേങ്കിൽ പിങ്കിനെ ആരും വഴക്ക് പറയുന്നോ അതൊന്നും എന്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ സങ്കടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിങ്കിക്ക് കാണുമായിരിക്കും ഒരു പക്ഷെ എനിക്കൊരു സങ്കടം ഉണ്ടാവുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എന്റെ ഭാര്യയല്ലേ നീ, നിന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിനക്ക് എന്തേലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോവാതിരുന്നത്. ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അർജുൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുത്താലെന്ന് ചോദിക്കുക. അല്ല എന്ന് കൊടുക്കാനാ? നമുക്ക് നാളെ തന്നെ കൊടുക്കാം. എല്ലാരെയും വിളിച്ച് ആഘോഷമായിട്ട് കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെങ്കിൽ ഇപ്പം നമ്മൾ തൽക്കാലം കുടുംബക്കാർ മാത്രം മതി എന്ന് പറയാം. അല്ല പെട്ടെന്ന് അങ്ങനെ ചെന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താ കുഴപ്പം? നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമല്ലേ ഉള്ളൂ, പുറത്തൊന്നും ആരെയും ക്ഷണിക്കുന്നില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാം. നന്ദയ്ക്കും ഗോത്തിനും എല്ലാവർക്കും എടുത്തു കൊടുക്കാന്ന് പറയാണ്. ശരിയാ, അതൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും തോന്നണം നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലാന്ന്. എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ? കൊള്ളാമല്ലേന്ന് ചോദിക്കണം. ഐഡിയ ഒക്കെ കൊള്ളാന്ന് പറയണം. ശരി, അന്ന് നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയാം. പിന്നീട് മോഹിനി ഇങ്ങനെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര അങ്ങോട്ട് ഓടി വരുന്നത്. പവിത്ര വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ പത്രമൊക്കെ നോക്കിയിരുന്നോളാൻ പറയണം. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല നിനക്കൊരു അടുക്കളയിൽ ഒരു പണിയില്ലേ പവിത്ര എന്ന് ചോദിക്കുക. അമ്മേ, എന്നെ പണം എടുപ്പിച്ച് എന്നെ നടു ഒടിപ്പിക്കരുത് കേട്ടോ. എന്റെ ദൈവമേ, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്. പണിയെടുത്ത് നടു ഒടിഞ്ഞു. അപ്പോഴമ്മയാണെങ്കിലോ വന്നിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നല്ലാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വന്നിരുന്ന പത്രം വായിച്ചുകൊണ്ടിരുന്ന പിന്നെ എന്നെ കൊണ്ടും പറ്റില്ലേ അടുക്കള കിടന്ന് അങ്ങനെ ജോലി ചെയ്യാനായിട്ട്.
അവരുടെ ഫംഗ്ഷൻ ആണെന്ന് ഓർത്തോണ്ട് ഇവിടെ എനിക്ക് പറ്റില്ല അങ്ങനെ ജോലിയൊക്കെ ചെയ്യാം. പവിത്ര പറഞ്ഞു, എന്നെയും കൂടെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കമ്മേ, എനിക്കും പറ്റില്ല എന്ന് പറയണ അടുക്കള കിടന്ന് ജോലി ചെയ്യാനായിട്ട്. ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നിട്ട് കൊള്ളാം, രണ്ടുപേരും കൂടെ ഇവിടെ മാറിയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല ലക്ഷ്മിയടുത്ത് ഞാൻ കൂടുതലൊന്നും പറയണ്ട. പവിത്രയോട് പറഞ്ഞു, പണിയെടുക്കാൻ മടിയായിട്ട് നീ ഇങ്ങോട്ട് ഓടിപ്പോന്നല്ലേന്ന് ചോദിക്കുക. ഈ സമയം മോഹിനി പറഞ്ഞു, ഞാൻ കണ്ടില്ലേ, പത്രം വായിച്ചോണ്ടിരിക്കുക. ദേ വാർത്തകളൊക്കെ നമ്മൾ ചൂടോടെ തന്നെ അറിയണം. അത് ആറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തണുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, കൂടുതലൊന്നും മീനെടുത്ത് കിടന്ന് ഉരുളണ്ട. ഞാൻ കേട്ട് നിങ്ങൾ രണ്ടുപേരും പറയണേ, അടുക്കള കിടന്ന് പണി ചെയ്യാൻ മടിയല്ലേ. ഈ സമയം മോഹിനി പറഞ്ഞു, അത് ഞാൻ ഒരു കാര്യം ചോദിച്ചില്ലേ ഏടത്തി, നമ്മളത് ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നേ. അർജുന്റെ അമ്മ സുമംഗലയല്ലേ, സുമംഗല ഏടത്തി വേണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ടെന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ നീ അങ്ങനെ വേർതിരിക്കുമല്ലേ. എനിക്കാണെങ്കിൽ അർജുമോനും അരുണും എന്റെ ഗൗതമോനും എല്ലാം ഒരേപോലെ തന്നെയാ. അവരെല്ലാം എനിക്ക് മക്കളാ. ഞാൻ അവരെ ഇന്ന് വരെ വേർതിരിച്ച് കണ്ടിട്ടില്ലെന്ന് ലക്ഷ്മിയമ്മ പറയാം. അതുകൊണ്ട് ആരുടെ ചടങ്ങ് വന്നാലും ആരുടെ എന്ത് കാര്യങ്ങൾ വന്നാലും അതെല്ലാം നോക്കി നടത്തേണ്ട നമ്മളാ. നമ്മൾ വേണം മുന്നിട്ടിറങ്ങി ആ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അല്ലെങ്കിലും സുമംഗലയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. ഈ സമയം പറഞ്ഞു, സുമംഗലയുടെ എന്തിനാ ഈ സമയം ആശ്രമത്തിലേക്ക് പോയത്, അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോന്ന് മോഹിനി ചോദിക്കുക. അങ്ങനെ പറയരുത് മോഹിനി, നിനക്കറിയാലോ ഏട്ടത്തിയാണെങ്കിൽ അർജുമോനെ വളർത്താനായിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന്. ചെറുതിലെ തന്നെ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം പിന്നീട് ഈ അവസ്ഥയിൽ അവനെ കൊണ്ട് എത്തിക്കാനായിട്ട് അവർ കിടന്ന പെടാപ്പാട് വിട്ടു. അവനൊരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഒന്ന് സമാധാനമായത്. അവൻ ജോലി കിട്ടി അവനെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴോ അത് അതിനേക്കാളും വലിയ സമാധാനക്കേട്. ജീവിച്ചോ മരിച്ചോ എന്നറിയാതില്ലാതെ ഇത്രയും കാലം അവർ ജീവിച്ചുകൊണ്ടിരുന്നേ. അതിനുവേണ്ടി എത്ര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തി അർജുന് വേണ്ടിയിട്ട്. അപ്പൊ അവൻ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും ആ വഴിപാടുകളൊക്കെ നടത്തണ്ടേ. അതുകൊണ്ടല്ലേ സുമംഗലടുത്ത് ഇങ്ങനെ പോയതെന്ന് ചോദിക്കുക. സുമംഗലത്തിനെ വെറുതെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയാം. ശരി, പവിത്ര പറഞ്ഞു, അതെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വന്നേ പറ്റുള്ളൂ. ഒരു കാര്യം രണ്ടുപേരുടെ ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ രണ്ടുപേരും കൂടെ മാറിയിരിക്കാനാ ഭാവമെങ്കിൽ ഞാൻ ഒരു വരവും കൂടെ ഇങ്ങോട്ട് വരും. മര്യാദയ്ക്ക് ഒന്ന് അടുക്കള വന്ന് ജോലി ചെയ്യാൻ നോക്കിക്കോളാൻ പറയണം. ഇത് കേട്ടപ്പം പവിത്ര ചോദിച്ചു, അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിങ്കിയടുത്തിയും അർജുനായിട്ട് ഒന്നിച്ചാണോ? ഇതിപ്പോ ലക്ഷ്മി പറഞ്ഞു, നീ അതൊക്കെ എന്തിനാ പവിത്ര അന്വേഷിക്കുന്നേ, നീ മര്യാദയ്ക്ക് അടുക്കളയിലേക്ക് വരാൻ നോക്ക്. അല്ല ഞാൻ ഒരു വരവും കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയം മോഹിനി പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് അവർ തമ്മിൽ ഒന്നായിട്ടുണ്ടോന്ന്. പവിത്ര ഇതിനേക്കാളും ഭേദം അവർ ഒന്നാവാതിരുന്നാൽ മതിയായിരുന്നു. മനുഷ്യൻ അടുക്കള കിടന്ന് വെറുതെ കഷ്ടപ്പെടാനായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ രണ്ടായിട്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. മോഹിനി പറഞ്ഞത് പതുക്കെ പറ, ഇതെങ്ങനെ അകത്തുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. എന്നാലും എനിക്ക് നല്ല സംശയം അമ്മേ, അവർ രണ്ടുപേരും അടുത്തോന്ന് ഇത് നമ്മളെല്ലാരും പറ്റിക്കുവാന്നാ തോന്നുന്നത്. എന്തേലും ആട്ടെ പോട്ടെ, നീ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോ ഗൗതം നന്ദൻ കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നന്ദന്തിയുടെ തറയിൽ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് പിങ്കി അങ്ങോട്ട് കയറി വരുന്നത്. കഥക് ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിങ്കി അങ്ങോട്ട് കയറി വന്നു പിങ്കി ആകെപ്പാടെ നോക്കി. പിന്നീട് ഗൗതമത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയാണ്. ഗൗതം ഒന്നും മിണ്ടിയില്ല. അല്ല ഈ രാത്രി വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം കേട്ടോ. ഓ രണ്ടുപേരും കൂടെ ഉറങ്ങാൻ കിടക്കുമായിരിക്കും അല്ലേ. അല്ല നന്ദ തറയിലാ കിടക്കുന്ന അല്ലേന്ന് ചോദിക്കുക. നന്ദ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഗൗതം പിങ്കിനെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. നീ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ പിങ്കിന്ന് ഗൗതം പറഞ്ഞു. അല്ല ഞാൻ വന്നൊരു കാര്യം പറയാനാ, നാളെ എന്റെ അർജുന്റെ ഒരു റിസപ്ഷൻ ഉണ്ടെന്ന് പറയണ. ഇത് കേട്ടതും നന്ദ ഇങ്ങനെ അന്തം വിട്ടു നോക്കും. നാളെ റിസപ്ഷനോ? ഇതെന്താ പിങ്കി നാളെ റിസപ്ഷൻ എന്ന് ചോദിക്കുവാണ് ഗൗതം പിങ്കിയോട്. അല്ല അത് പിന്നെ അർജുൻ തിരികെ വന്നിട്ട് ഒരു പാർട്ടി കൊടുക്കണ്ടേ എല്ലാവർക്കും, എല്ലാ നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേങ്കിൽ ഇതിപ്പം വീട്ടുകാരെ മാത്രം മതി. കാരണം വീട്ടുകാർക്ക് മാത്രമായിട്ടൊരു പാർട്ടി കൊടുത്ത് അങ്ങനെ ഒരു ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്ന. അത് മാത്രല്ല ഇത് ഗൗതമിനൊരു ഡ്രസ്സാന്ന് പറയാണ്. ഇത് വാങ്ങിക്കാൻ പറയാം. ഗൗതം ആദ്യം വാങ്ങിച്ചില്ല. പിന്നീട് പറഞ്ഞു, എന്താ ഗൗതം ഞങ്ങൾ രണ്ടുപേരും പാട്ട് നടത്തുന്നതുകൊണ്ടാണോ ഗൗതത്തിന് വാങ്ങിക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഗൗതം അത് വാങ്ങിച്ച കട്ടിലേക്ക് വെക്കുക. ഈ സമയം നന്ദയോട് പറഞ്ഞു, അല്ല നാളെ ഉറപ്പായിട്ടും ഫംഗ്ഷൻ രണ്ടുപേരും ഉണ്ടാകണമെന്ന് പറയാം. ഇത് കേട്ട നന്ദയൊന്നും മിണ്ടിയില്ല. നന്ദ പിന്നീട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പാർട്ടി ആണെങ്കിൽ എനിക്ക് നേരത്തെ പറയാൻ പറ്റില്ല, റിസപ്ഷൻ ആണെങ്കിൽ എന്താ നേരത്തെ പറയാനായിട്ട് എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്? നാളെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് സെമിനാർ ഉണ്ട്. അത് നേരത്തെ നമ്പ്യാർ സാറ് പറഞ്ഞു വെച്ചിരിക്കുന്ന സെമിനാറാ. എനിക്ക് അതിനകത്തൊരു പേപ്പർ അവതരിപ്പിക്കാനുണ്ടെന്ന് പറയാം. ഓഹോ അങ്ങനെയാണല്ലേ. നീ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പം എന്നെ അർജുനും കൂടെ ഒന്നിപ്പിക്കാനൊരു ക്ഷേത്രത്തിൽ പോയല്ലോ. ആ സമയത്ത് നീ ആരുടെയും പറഞ്ഞിട്ടാണോ? നീ അങ്ങോട്ട് കളിപ്പിക്കുകയല്ലേ ചെയ്തേ? പിന്നെ ഇപ്പൊ ഈ കാര്യം എന്താ പറയണ്ടേ? അങ്ങനെയാണോ പിങ്കി എന്ന് ചോദിക്കുക. പക്ഷെ പിങ്കി നേരെ ഗൗതമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളെ വലിയ ആഗ്രഹമായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കണം എന്നുള്ള. അതിനു വേണ്ടിയിട്ടാണല്ലോ ഓടിപ്പോയി ഗൗതമിനെ അർജുനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ.
അതുകൊണ്ട് നാളത്തെ പരിപാടിക്ക് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരിക്കണമെന്ന് പറയാം. ഗൗതം പറഞ്ഞു, അല്ല എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്, എന്ത് ഡ്യൂട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം, ഒന്നിച്ച് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യും. അതിന് നിങ്ങളായിരിക്കണം മെയിൻ ഗസ്റ്റ് ആയിട്ട് വരണ്ടേ. ഇത് അർജുന്റെ തീരുമാനം, എന്റെ തീരുമാനം അല്ലെന്ന് പറയാ. അർജുനാണ് പറഞ്ഞിരിക്കുന്നത് ഏട്ടനും ഏട്ടത്തിയമ്മയും വേണം മെയിൻ ഗസ്റ്റ് ആയിട്ട് വരണമെന്ന്. അതുകൊണ്ട് രണ്ടുപേരും വരണമെന്ന് പറയാണ്. പിന്നീട് നന്ദയുടെ അടുത്തേക്ക് എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന കവർ അങ്ങോട്ട് കൊടുക്കുവാണ്. നന്ദ പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നാളെ വരാൻ പറ്റില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ, നീ വരണം, വന്നേ മതിയാവുള്ളൂ. ഞാനും അർജുനും കൂടെ ഒന്നിക്കണമെങ്കിൽ നീ വരണമെന്ന് പറയാം. നന്ദ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വരാൻ സാധിക്കില്ല പിങ്കി, ഇത് മുൻകൂർ പ്ലാൻ ചെയ്ത സെമിനാറാ ഇത് പോവാതിരുന്ന് എനിക്ക് പറ്റില്ല, എനിക്ക് എന്റെ കരിയറും കൂടെ നോക്കണം. പിന്നെ നീ ഇങ്ങോട്ട് വന്നത് എന്നെ ക്ഷണിക്കാനല്ലെന്നറിയാം, ഗൗതം സാറിനെ ക്ഷണിക്കാനാന്ന് പറയാ. കാരണം വന്നിട്ട് ഇത്ര സമയമായിട്ടും നീ ഗൗതം സാറിന്റെ അടുത്ത് പോയിന്നിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നേ. അതുകൊണ്ട് അവര് വരും, നീ ധൈര്യമായിട്ട് പൊക്കോ, എന്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പിങ്കി നേരെ ഗൗതമിന്റെ അരിയിലേക്ക് ഇല്ലുവേണം. എന്നിട്ട് പറഞ്ഞു, ഇത് നന്ദ പറഞ്ഞു കേട്ടോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും അർജുനും തമ്മിൽ ഒന്നിക്കണമെങ്കിൽ നാളെ നന്ദയും നിങ്ങളും അവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയാം. ഇതാണ് ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ പിങ്കി ആരാന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം നന്ദയ്ക്ക് നല്ല ദേഷ്യം വന്നു. നന്ദ പറഞ്ഞു, നാളെ എന്താണ് ഞാൻ പോകത്തില്ല, ഗൗതം സാർ വേണേ പൊക്കോളാൻ പറയണ. ഇത് കേട്ടപ്പം ഗോവിന്ദ് ചോദിച്ചു, അല്ല നിനക്കെന്താ വന്നാല്, എനിക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിലും ഇതൊക്കെ പിങ്കിയുടെ വെറും ഡ്രാമയാന്നുള്ള മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധന ഗൗതം സാറിനില്ലേ. അർജുനുമായിട്ട് അവൾക്ക് ഒരു ഇഷ്ടവും ഇല്ല, പക്ഷെങ്കില് നമ്മുടെ എല്ലാം മുന്നിൽ വെറുതെ അവള് അഭിനയിക്കുവാണ്. അതുകൊണ്ട് ഇമാതിരി ഡ്രാമയ്ക്കൊന്നും സമയം കളയാനായിട്ട് എൻ്റെ കയ്യിലില്ല, എനിക്ക് നാളെ ഒരു സെമിനാർ ഉണ്ടെന്ന് പറയാം. ഗൗതമിനോട് ദേഷ്യം വന്നു. ഗൗതം പറഞ്ഞു, നീ ഒന്ന് സെമിനാറിന് പോകുന്ന എനിക്കൊന്ന് കാണണം. അതെ, നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ നീ ആണെങ്കിൽ നീ എന്നോടൊപ്പം ഇവിടെ കാണുമെന്ന് പറയാം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്നാ ഗൗതം സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ചോദിക്കുക. അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നാളെ കണ്ടു, അതുകൊണ്ട് നീ പോവണ്ട, നാളെ നീ കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് പിങ്കി നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അർജുൻ എന്ത് ചെയ്യാണ്, ചുമ്മാ ഒരു ബോളൊക്കെ തട്ടിക്കളിച്ചോണ്ട് നിൽക്കുക. ആഹാ, അർജുനോടെ ബോൾ തട്ടിക്കളിച്ചിരിക്കുവാണെന്ന് ചോദിക്കുക. അല്ല പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ, ഒരു പണിയുമില്ലേ, എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുത്താൽ ഉത്തരവാദിത്തം അങ്ങ് തീരുവെന്ന് ചോദിക്കും. അല്ല പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ, ഇവിടെ എല്ലാവരെയും വിളിക്കണ്ടായിരുന്നോ, ഫംഗ്ഷൻ്റെ കാര്യം എല്ലാവരോടും പറയണ്ടായിരുന്നോ. അല്ല നീ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു. അല്ല നന്ദയെടുത്തിയോടും ഗൗതമേട്ടനോടും പറഞ്ഞോ, പിന്നെ അവരെ ഒഴിവാക്കാൻ പറ്റുമോ, ഈ വീട്ടിൽ അവരും ഉള്ളതല്ലേ, അപ്പൊ അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അല്ല ഇപ്പൊ നിനക്ക് എന്താ പിന്നെ ഇത്ര അത്യാവശ്യം, എനിക്കൊന്ന് പുറത്തു പോകണം എന്തിന്, എനിക്ക് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോകണമെന്ന് പറയാം. അതിന് നിനക്ക് തന്നെ പോലെ എന്താ കുഴപ്പം, ഞാൻ വേണം നല്ല നിർബന്ധം, അത് പറഞ്ഞാൽ പറ്റില്ല, അർജുനും എന്നോടൊപ്പം വരണമെന്ന് പറയാം ബ്യൂട്ടി പാർലറിലേക്ക്, എന്നെ കൊണ്ടുപോകണം. ഒരു ഭർത്താവ് ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ കൂടെ വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, അത് വേണമെന്ന് പറഞ്ഞാൽ വേണം, എൻ്റെ കൂടെ വരണമെന്ന് പിങ്കി പറഞ്ഞു. പിന്നീട് അർജുൻ ഒരു നിർവാഹമില്ലായിരുന്നു. അർജുൻ ശരി ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞു നിങ്ങൾ പോകുമ്പോഴത്തേനും പിങ്കി മനസ്സിൽ പറയാ, ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്, എൻ്റെ വരുതിയിൽ നിന്നെ ഞാൻ കൊണ്ടുവരും അർജുനെ, ഞാൻ ആരാന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും അറിയാൻ പോകുന്നുള്ളൂ, ഞാൻ ഗൗതത്തിനെ സ്വന്തമാക്കും. അവനും അവളും തമ്മിൽ നല്ല അടിയാണ്, ഗൗതമും നന്ദയും തമ്മില്. ആ അടി ഞാൻ ഒന്നുകൂടെ അതിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരും. പിന്നീട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം, ആ ഗ്യാപ്പ് ഞാൻ കയറിപ്പറ്റും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്, കാത്തിരുന്നോളാം പറയുവാണ് അർജുൻ പിങ്കി മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.